വർഷത്തിൽ ഒരിക്കൽ നഗരം സന്ദർശിക്കാറുള്ള ഒരു സന്യാസി മുന്നോട്ട് വന്ന് പറഞ്ഞു, സുഖത്തെപ്പറ്റി പറയുക. അവൻ പറഞ്ഞു, സുഖമെന്നത് ഒരു സ്വാതന്ത്ര്യ ഗീതമാകുന്നു. എന്നാൽ അത് സ്വാതന്ത്ര്യമല്ല, നിങ്ങളുടെ അഭിലാഷങ്ങൾ പുഷ്പിക്കലാണത്. എന്നാൽ അവയുടെ കനിയല്ല, ഉന്നതിയെ വിളിക്കുന്ന ഒരാഴമാണത്. എന്നാൽ അത് ആഴവും ഔന്നത്യവുമല്ല, കൂട്ടിലടയ്ക്കപ്പെട്ടതിന്റെ ചിറകണിയാലാണത്. എന്നാൽ അത് അന്തരീക്ഷത്തിന്റെ ചുറ്റൊതുക്കലല്ല. വാസ്തവത്തിൽ സുഖമെന്നത് ഒരു സ്വാതന്ത്ര്യ ഗീതമാകുന്നു. ഹൃദയത്തിന്റെ പൂർണ്ണതയിൽ തന്നെ ആ ഗാനം നിങ്ങൾ ആലപിച്ചെങ്കിൽ, എന്നാൽ ആ ഗാനാലാപനത്തിൽ ഹൃദയം നഷ്ടപ്പെടാതിരിക്കട്ടെ. നിങ്ങളുടെ ചില യുവാക്കൾ സുഖമാണ് സർവവുമെന്ന് കരുതി സുഖം അന്വേഷിക്കുന്നു. അവരതിന് പരിഹസിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ഞാൻ അവരെ വിധിക്കുകയോ പരിഹസിക്കുകയോ ഇല്ല. അവർ അന്വേഷിക്കട്ടെ, അവർ സുഖം കണ്ടെത്തും. എന്നാൽ അവളെ മാത്രമല്ല, അവൾക്ക് സഹോദരിമാർ. അതിലെ ഏറ്റവും തുച്ഛമായവൾ പോലും സുഖത്തേക്കാൾ സുന്ദരിയാകുന്നു. കിഴങ്ങിനു വേണ്ടി മണ്ണ് കുഴിക്കവേ നിധി കിട്ടിയ ഒരാളെ പറ്റി കേട്ടിട്ടില്ലേ? നിങ്ങളിൽ ചിലർ മുതിർന്നവർ സുഖങ്ങളെ മദ്യലഹരിയിൽ ചെയ്തുപോയ അപരാധങ്ങൾ കണക്കെ ഖേദപൂർവം ഓർക്കുന്നു. ഖേദമെന്നാൽ മനസ്സ് മേഘാവൃതമാകലാണല്ലോ, വിമലീകരണമല്ലല്ലോ. ഒരു ഗ്രീഷ്മത്തിന്റെ വിളവെടുപ്പ് കണക്കെ സുഖങ്ങളെപ്പറ്റി കൃതജ്ഞതാപൂർവം ഓർക്കേണ്ടതാണല്ലോ. എന്നാൽ പശ്ചാത്തപിക്കലാണ് ആശ്വാസപ്രദമെങ്കിൽ അവർ ആശ്വസിപ്പിക്കപ്പെടട്ടെ. സുഖമന്വേഷിക്കാൻ മാത്രം ചെറുപ്പവുമല്ല, അനുസ്മരിക്കാൻ മാത്രം പ്രായവുമില്ലാത്തവരായി നിങ്ങളിൽ ചിലരുണ്ടാകും. അന്വേഷിക്കാനും അനുസ്മരിക്കാനുമുള്ള ഭയത്തിൽ ആത്മാവിനെ നിന്ദിച്ചെങ്കിലോ അവഗണിച്ചെങ്കിലോ എന്ന വിചാരത്തിൽ അവർ സുഖങ്ങളെല്ലാം വർജിക്കുന്നു. ആ പരിത്യാഗത്തിലാണല്ലോ അവരുടെ ആനന്ദം. അങ്ങനെ വിറയാർന്ന കൈകൾ കൊണ്ട് കിഴങ്ങിനു വേണ്ടി മണ്ണ് കുഴിക്കുമ്പോഴും അവരും നിധി കണ്ടെത്തുന്നു. പറയൂ, ആത്മാവിനെ നിന്ദിക്കാൻ ആർക്കാണാവുക? വാനമ്പാടിക്ക് രജനിയുടെ പ്രശാന്തതയോ മിന്നാമിനുകൾക്ക് നക്ഷത്രങ്ങളെയോ ഹനിക്കാനാവുമോ? നിങ്ങളുടെ വിളക്കുകളോ പുകച്ചുരുളുകളോ കാറ്റിനെ പീഡിപ്പിക്കുമോ? ആത്മാവെന്നത് നിനക്ക് കോലുകൊണ്ട് അലോസരപ്പെടുത്താനുള്ള നിശ്ചല തടാകമെന്നാണ് വിചാരം. പലപ്പോഴും സ്വയം സുഖം നിഷേധിക്കുമ്പോൾ വാഴ്വിന്റെ ഉള്ളറകളിൽ എവിടെയോ നിന്റെ ആഗ്രഹങ്ങളെ സൂക്ഷിക്കുക മാത്രമാണല്ലോ ചെയ്യുക. ഇന്ന് വർജിക്കപ്പെടുന്നത് നാളത്തേക്ക് കാത്തിരിപ്പുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത്? നിന്റെ ശരീരത്തിന് പോലും അതിൻ്റെ പൈതൃകവും സമർഹമായ ആവശ്യങ്ങളും അറിയാമല്ലോ. അത് കബളിപ്പിക്കപ്പെടുന്നില്ല. ശരീരം നിന്റെ ആത്മാവിന്റെ മണിവീണയാകുന്നു. അതിൽ നിന്ന് മധുര സംഗീതമോ ചപലനാദങ്ങളോ ഉതിർക്കുക എന്നത് നിന്റെ മാത്രം നിർണയമാണല്ലോ. ഇനി നിന്റെ ഹൃദയത്തോട് ചോദിക്കുക, സുഖത്തിലെ നല്ലതും നല്ലതല്ലാത്തതുമായവയെ വേറിട്ടറിയാവുന്നത് എങ്ങനെ? നിന്റെ പാടത്തിലും പൂന്തോട്ടത്തിലും ചെല്ലുക. പൂവിലെ തേൻ നുകരുക എന്നത് പൂമ്പാറ്റയുടെ സന്തോഷമാണെന്നറിയുക. തൻ്റെ തേൻ തേനീച്ചയ്ക്ക് സമർപ്പിക്കുക എന്നതാവട്ടെ പൂവിന്റെ സുഖമാണെന്നും അറിയുക. മധുമക്ഷികയ്ക്ക് പുഷ്പം ജീവന്റെ ഉറവയാകുന്നു. പൂവിനാകട്ടെ മധുമക്ഷിക സ്നേഹത്തിന്റെ സന്ദേശവാഹകനും. ഇരുവർക്കും, പൂവിനും പൂമ്പാറ്റയ്ക്കും, സുഖം സമർപ്പിക്കലും സ്വീകരിക്കലും ഒരാവശ്യവും ആനന്ദാതിരേകവുമാകുന്നു. ഓർഫാലിസിലെ ജനങ്ങളെ, സുഖാനുഭവങ്ങളിൽ നിങ്ങൾ പൂക്കളെയും പൂമ്പാറ്റകളെയും പോലെ ഇരിക്കുവിൻ.